ഗുഡ് മോർണിംഗ് മാഡം. സുന്ദരിയമ്മയ്ക്ക് എന്താ പതിവില്ലാത്തൊരു പരിഭവം? നോക്കേ, പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ഊട്ടി ട്രിപ്പ്. പഴയ കുറെ ഫ്രണ്ട്സിനോടൊപ്പം 2 ദിവസം മാറി നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് ഹാജർ വയ്ക്കാത്ത ചരിത്രം ഉണ്ടോ? ഒന്നുമല്ല, എനിക്കറിയാം. കല്യാണം കഴിച്ച് പുണ്യാളനാകാൻ പോവല്ലേ. ഇനിയിപ്പോ സുന്ദരിയമ്മയും പിള്ളേരെല്ലാം ആർക്കു വേണം? ഡോണ്ട് ബി സില്ലി ഹണി. സുന്ദരി മണിയുടെ ഈ സുന്ദര കുട്ടന് എന്നും കല്യാണമല്ലേ, എന്നും അതുമല്ലേ. അപ്പൊ പിന്നെ എന്തോ ഇതിലൊരു പുതുമ. ആ പുതിയ വരവേദ. എനിക്ക് വയ്യ. ഒന്ന് വാതിറക്കണ്ട സുന്ദരിയമ്മേ. സുന്ദരി മോളിലിരിപ്പുണ്ട്. ചെല്ലേ, ഒരു പഞ്ച് പാവുക. പിണക്കരുതേ. ഓക്കെ, ഡൺ. പിന്നെ കല്യാണം പ്രമാണിച്ച് ഇവർക്ക് ട്രീറ്റ് കൊടുക്കാന്ന് ഞാൻ ഏറ്റിരുന്നു. പഴയ സ്റ്റോക്ക് മതി. എന്നാ വാ. ഒരിക്കൽ ചെയ്താൽ തെറ്റ്, വീണ്ടും ചെയ്താൽ ധിക്കാരം. ഇതിപ്പോ 2ാമത്തെ തവണയാണ് നീ എന്നെ പറ്റിക്കുന്നത്. പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണമെന്നല്ലേ സുന്ദരി കീഴ്വഴക്കം? എവിടെ വിളിക്ക്. ആന്റണി, ഇത് നേരത്തെ പറഞ്ഞു വെച്ചതാ. നല്ലത് വേറെയുണ്ട്. പഞ്ചാമൃതം ഉള്ളപ്പോ പാൽച്ചോറ് എന്തിനാ സുന്ദരി? പാടാ. അല്ല, കീഴ്വഴക്കം അവിടെ നിൽക്കട്ടെ. ഇന്ന് പാൽച്ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ ഫ്രണ്ട്, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ സുന്ദരി? അയ്യോ, നിന്നെ ഞാൻ എടുത്തോളൂ. ഓ വന്നല്ലേ, ഇതിനൊക്കെ ഒന്ന് വന്നു കിട്ടാനുള്ള പാട്. ഒന്ന് വേഗം ആവട്ടെ, നാറ്റം കൊണ്ട് അകത്തിരിക്കാൻ മേലാതായി. ഇതിന് കുറെ പണിയുണ്ട് മുതലാളി. സെൻട്രൽ പൈപ്പ് മുഴുവൻ അടഞ്ഞു കിടക്കുക. എന്നാ അതങ്ങോട്ട് തുറന്നു വിട്. വേണമെങ്കിൽ 5 or 10 വന്നേക്കാം. ഇത് 5ലും 10ലും ഒതുങ്ങുന്ന കേസൊന്നും അല്ല. അകത്തിറങ്ങി മൊത്തം ക്ലീൻ ചെയ്യണം. മിനിമം ഒരു 200 രൂപയുടെ പണിയുണ്ട്. മുതലാളി ആയതുകൊണ്ട് ഒരു 150 തന്നാ മതി. 150 രൂപയോ? ഇത് കെട്ടാൻ പോലും എനിക്ക് 150 രൂപയായില്ല. കണ്ടിച്ചോരയില്ലാത്ത വർത്താനം പറയാതാ. തൊഴുത്തിലെ ചാണകമാണ് വാരണമെങ്കിൽ പുറത്തു കൊടുത്താൽ കൊട്ടയ്ക്ക് 12 രൂപ വെച്ച് കിട്ടും. ഇത് അതോ മറ്റോ ആണോ? ഏതായാലും കൈനഷ്ടം എനിക്കും വേണ്ട, നിനക്കും വേണ്ട. ഞാനൊരു 15 രൂപ തരാം. നീ സന്തോഷമായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. തന്നെത്താൻ അങ്ങ് വാരിയാ മതി. ഇയാളുടെ ഒരു 15 കൂവ. ഇതിനകത്ത് ചാണകം വരണമെങ്കിൽ നാളെ മുതൽ പുല്ലും പുണ്ണാക്കും നിന്നാ മതി. പിണ്ണാക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കൊടു. നിന്റെ സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. 150 150 കൊടുത്തു തൊളിച്ചുകൂടായിരുന്നോ? നാട്യം കാരണം അയൽവക്കത്തുകാർ കൂടെ കിടക്കണ്ട. എന്നാ നിന്റെ അയൽവക്കത്തുകാരോട് കൊടുക്കാൻ പറയടി. നീ പോയി കമ്പെടുത്തോളൂ. വന്നേ കമ്പടത്തിനകത്ത് എന്തോ ചെയ്യാൻ പോവോ? പറയുന്നത് കേൾക്ക. ഒരു കമ്പെടുത്തോളൂ വാ. ഒരു നാറ്റമില്ല.
അച്ഛൻ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണമായിട്ട് നീ എവിടെയാ തേടി കിടക്കുന്നേ? ഇന്നലെ കാലത്ത് ഇവിടെ ഇറങ്ങി പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? അല്ല അത് പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടെ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നവരെ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് ശരിയാക്കാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാ. നീയാടാ അച്ഛന്റെ മോൻ. 10 കാശുണ്ടാക്കണമെന്ന ചിന്ത നിനക്ക് മാത്രമേ ഉള്ളൂ. മോൻ പോയി കുളിച്ച് വല്ലതും കഴിച്ചൊന്ന് വിശ്രമിക്ക്. ചെല്ലേ. വരാൻ പറഞ്ഞ ഉടനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന് കുറ്റം പറയും. ഇവിടെ നിന്ന് നിപ്പിൽ അങ്ങോട്ട് പോയി. അയ്യോ എന്റെ മഹാദേവന്റെ അച്ഛൻ പോയി. അയ്യോ മഹാദേവ, വാമദേവ, ചന്ദ്രനെ, അയ്യോ എല്ലാരും ഒന്ന് ഓടി വരണേ. ഇതാരിവിടെ തുറന്നു വെച്ചത്? ഇവിടെ ഒരുത്തിനും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. മൂക്കറ്റ നിന്റെ കോട്ടപ്പുറം കുടുംബത്തിൽ എന്റെ ഒരു പാടെ ഉത്തരവാദിത്വ ബോധം. അയ്യോ എടാ മഹാഭാവി, നിന്റെ അച്ഛൻ അതിനകത്തുണ്ടോ? അയ്യോ എനിക്ക് വയ്യ. ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടിയെ ദൈവം ചതിച്ചു. ആ തോട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് കാലാ കൊടുക്കാതെ രാവിലെ പറഞ്ഞേച്ചില്ലേ? 150 രൂപ ലാഭം പിടിച്ചതാ. ഇപ്പൊ മരുന്നും മന്ത്രം എല്ലാം കൂടെ രൂപ 500 ആയി. 500 രൂപയോ? എന്റെ അമ്മേ, വല്ല സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ 10-15 രൂപയ്ക്ക് തീർന്നേര്. 500 രൂപ തിന്നാതെയും കുടിക്കാതെയും കളഞ്ഞല്ലോടി മുരേവി. കുഴി കിടന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തത് കൊണ്ട് ആ രൂപ 500 ആയത്. സർക്കാർ ആശുപത്രി പോയിരുന്നെങ്കിലേ കുഴി തന്നെ അങ്ങ് പോയി കിടക്കായിരുന്നു. ഉടനെ എത്തിച്ചുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നാ ഡാക്ടർ പറഞ്ഞത്. കാശിന്റെ വിലയൊക്കെ നിനക്കറിയാവോ? ആശുപത്രി ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. ഇത്ര ധൃതി പിടിച്ചെന്താ ഇങ്ങോട്ട് പോന്നെ? 2 ദിവസം കിടന്നിട്ട് വന്നാ പോരായിരുന്നോ? കിടക്കും. ഇനി ഇപ്പൊ സ്വർഗലോകത്തും ഉണ്ട് കിടത്തിയാലും മക്കളുടെ ശമ്പള ദിവസം നിന്റെ അച്ഛൻ വീട്ടിലെത്താണ്ടിരിക്കുവോ? കേക്കണോ കഥ? ഇതങ്ങോട്ട് കുടിച്ചേ. എന്തത്ര മടി, അങ്ങോട്ട് കുടിച്ചൂടെ? ഇതിലും ഭേദം മറ്റേതാ. എന്റെ മുത്തപ്പ, 1 2 3 4 5. പേടിച്ചു പോയല്ലോടി. വരുന്ന വരവ് കണ്ട ഏതാണ്ട് കൊള്ളക്കാര് വരുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ കൊള്ളക്കാര് നിങ്ങളുടെ സമ്പാദ്യവും മണപ്പിച്ചോണ്ട് നടക്കല്ലേ? ഇങ്ങനെ 24 മണിക്കൂറും പണവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് പോകും. ഏറ്റവും വലിയ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതാരാടി? ആരാണത്? അച്ഛാ, ഇതാ ശമ്പളം. ഇത് എന്റെ ശമ്പളം 3000 രൂപ. ഇത് മീനുവിന്റെ ശമ്പളം 4500 രൂപ. അതെന്താടാ 4000 നീട്ടം? നീട്ടം കൂടിയത് കൊണ്ടാണല്ലോ പ്രേമിച്ചത് പട്ടത്തിയായിട്ടും കെട്ടിച്ചു കൊടുത്തത്. ഇവിടെ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്നത് ഞാനും. ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? കുറവുണ്ടോ നോക്കട്ടെ. ആ കവറ് കിടക്ക്. ഇത്തവണ കനം കൂടുതലുണ്ടല്ലോടി. കാണും ഇനിയുണ്ടാ നോക്കാം. അയ്യോ, ഇത് മുഴുവൻ ചില്ലറയാ. എന്താടാ ഇത്? എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ. കുടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറയടാ കുരുത്തം കെട്ടവനെ. നിന്റെ കൊച്ചുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാൻ തികയോ ഇത്? നാണമില്ലല്ലോടാ. കുടുംബത്തിലെ മൂത്ത സന്തതി കൊണ്ടുവന്നിരിക്കുന്നു ശമ്പളം. അച്ഛാ, എനിക്കിത്തിരി ശമ്പളം കുറവായതുകൊണ്ടല്ലേ എന്നെ മാത്രം എല്ലാരും കൂടിയിട്ട് ചവിട്ടി തേക്കുന്നത്. നാളെ അച്ഛനും നല്ലത് വന്നാലും ചീത്ത വന്നാലും നോക്കാൻ ഞാൻ ഒരുത്തനെ ഉണ്ടാവും. കണ്ടല്ലോ, തന്തയെ ജീവനോടെ കക്കൂസിലിട്ട് മൂടിയപ്പോഴേ കണ്ടു. നല്ലപോലെ നോക്കുന്നവൻ നീയാണെന്ന്. ഇറങ്ങി പോടാ. എന്താടാ നോക്കിയിരിക്കുന്നത്? പോടാ. അച്ഛാ, എനിക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ 300 രൂപ വേണം. കൊണ്ടുവന്നതേ പിച്ചക്കാശ്. അങ്ങോട്ട് വേണ്ടത് 300 രൂപ. എടുത്തു കൊടുക്കണേ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നിന്റെ ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ശരീരം നല്ലവണ്ണം നോക്കണേ അച്ഛാ. നിന്റെ ശരീരം കേടാകാൻ നോക്കിയാ മതി. പോടാ. എടീ, ഇവനും എനിക്ക് തന്നെ പിറന്നതാണോ? അച്ഛാ, 200 രൂപ കുറവുണ്ട്. ഇടയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോയി. 10-200 രൂപ ചെലവായി. ആരോട് ചോദിച്ചോണ്ടാ ചെലവാക്കിയേ? നിന്റെ കെട്ടിയവൻ പോലും ഒരു ചില്ലിക്കാശ് ചെലവാക്കാതെ മുഴുവൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കല്യാണം നടത്താൻ ഞാൻ പെടുന്ന പാട് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. ദൈവത്തിനെല്ലാം അറിയാം. തർക്കുത്തരം പറയുന്നു? തർക്കുത്തരൊന്നുമല്ല. എന്റെ ശമ്പളത്തിൽ നിർത്തി ചെലവാക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കേട്ടില്ലേടി അവള് പറഞ്ഞു പോയത്? അഹങ്കാരി.
ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇവളെ നമ്മുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല്ലെന്ന്. ഇത്രയും സാധനങ്ങളൂടി ഇനിയും വാങ്ങണം, അല്ലെങ്കിൽ തികയില്ല. തികയില്ല എന്ന് വെച്ച് വേലായുധൻ വിഷമിക്കണ്ട, മച്ചമ്പ് ഇപ്പിങ്ങെത്തും. ആ വന്നല്ലോ. ഒരു കൈ ഒന്ന് പിടിച്ചേ. എവിടെയായിരുന്നു മച്ചമ്പി ഇതുവരെ? സാധനങ്ങൾ എത്താതെ വേലായുധൻ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. തിരക്കൊഴിച്ചിട്ട് ചന്തയിലോട്ട് കേറാൻ പറ്റുമോ? ഉള്ള വില വാങ്ങില്ലേ അവന്മാര്. വിലയതാ ആവശ്യത്തിൽ കൂടെ സാധനം മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാം കൂടെ വെട്ടിയടിച്ചങ്ങ് തള്ളരുത്. മിച്ചമുള്ളത് തിരികെ കൊടുത്ത് കാശ് വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ മച്ചമ്പി? പിന്നെ വേണ്ടേ? ഓ, ഈ മച്ചമ്പിയുടെ ഒരു ബുദ്ധി. അയ്യോ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല. അപ്പം ദൈവം നമുക്ക് ഉപദേശിച്ചു തരുന്നല്ലേ. എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. എന്താത് മച്ചമ്പി? എന്താ ഇത്? കല്യാണം നാളെയല്ലേ? ആരാ ഇവരൊക്കെ? അത് പെണ്ണിന്റെ ആൾക്കാരാ. നാളെ ബന്ധായത് കാരണം അവരല്ല ഇന്നേ ഇങ്ങോട്ട് പോന്നു. ഇനിയുണ്ട് 500 പേര്. എന്താ ചതിച്ചോ? വന്നട്ടെ. രാവിലെ എത്തുന്നു വിചാരിച്ചതാ. അകത്തോട്ട് ഇരുന്നട്ടെ. ചന്ദ്രി, ചന്ദ്രി, ആരോ നാരങ്ങ അവിടെ കൊണ്ടുവച്ചു. വെച്ചെടുത്ത് കാണും. നല്ല ആളാ. ഇവിടെ വന്നിട്ട് ഇത് പിടിച്ചേ. വന്നാട്ടെ വന്നാട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാൻ വിചാരിച്ചു ഈ മേനോനെത്താൻ മറന്നു കാണുമെന്ന്. നന്നായി. എന്നാ പിന്നെ ഞാൻ ഇതുവരെ വരണോ? അല്ല മേനോനെ, ഒരിടത്തും കാണാത്ത ഒന്നാണല്ലോ പെണ്ണ് വീട്ടുകാർ ചെറുക്കന്റെ നാട്ടിൽ വന്ന് കല്യാണം നടത്തുന്നത്. എല്ലാവർക്കും ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാത്തിനും കിടന്നോടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പണിക്കരെ. അത് മനസ്സിലാക്കി ചെറുക്കന്റെ അച്ഛനാ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. വാ വാ. നിങ്ങൾ വരികയല്ലേ? ആ പിന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. അതുപോലെ എനിക്ക് അല്പം തിരക്കുണ്ട്. ചടങ്ങ് കഴിയുന്നവരെ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. ടൗൺ ഹാളിൽ CM പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങൾ പോലീസുകാരുടെ പരിപാടിയാ, ഒഴിവാക്കാനേ പറ്റിയില്ല. രമേശനോട് ഉണ്ടാവും. രമേശ്, എന്തൊക്കെയുണ്ട്? സുഖം. അങ്ങോട്ട് വൈഫാണ്. ഓ നമസ്കാരം. ഞാൻ പറഞ്ഞിട്ടില്ലേ, രാമകൃഷ്ണൻ സാറ് ഏജിയാ. ഇത് മകനാ രമേശ്. നമസ്കാരം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എവിടെ കല്യാണ സെക്കൻ? അകത്തുണ്ട്. വന്നേ വന്നട്ടെ. രമേശ്. എന്താ ഇത്? എന്തിനാ കരയുന്നത്? ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, മതിയാവോളം ആസ്വദിക്കാനുള്ളതാ. ഞാൻ ഭാഗ്യവതിയാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത എനിക്ക് അങ്ങേ ഭർത്താവായി കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. വായ് തുറന്ന് മിണ്ടാൻ പോലും കഴിയില്ലെന്നറിഞ്ഞിട്ടും എന്നെ ഭാര്യയായി സ്വീകരിച്ച അങ്ങയെ ഞാൻ എന്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കും. ദയവായി ഈ ഊമയെ വെറുക്കരുത്. ആര് പറഞ്ഞ എന്റെ മായക്കുട്ടിക്ക് മിണ്ടാൻ കഴിയില്ലെന്ന്? ഈ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്.